കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. 11ാമത് ചോദ്യം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ at 6% per annum ഫ്രം ദ ഫോളോയിങ് ഡാറ്റ അക്കൗണ്ട് ഇയർ എൻഡഡ് ഓൺ 31st December 2023 ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. അപ്പോൾ 6% per annum എന്നുള്ള രീതിയിൽ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് കണക്കൂട്ടണം. 31st December 2023 ഇയർ എൻഡഡ് ആ ഇയറിലെ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ അക്കൗണ്ട് ബാലൻസ് ഓൺ 1/1/2023 ഇതിലുള്ള അമലിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 40,000 ആണ്. ബിമലിന്റെ ബാലൻസ് 30,000 ആണ്. അഡീഷണൽ ക്യാപിറ്റൽ ഓൺ 1/5/2023 അഡീഷണൽ ആയിട്ട് അമല് ആ ദിവസം 1/5/2023 കൊടുക്കുന്ന ക്യാപിറ്റൽ 20,000 ആണ്. ബിമല് അഡീഷണൽ കൊണ്ടുവന്ന ക്യാപിറ്റൽ 1/5/2023 30,000 ആണ്. ഇനി വിത്ഡ്രോൾസ് ഓൺ 1/10/2023 10,000. അപ്പൊ അമല് 1/10/2023 10,000 രൂപ ക്യാപിറ്റലിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. ബിമല് ആ ദിവസം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഈ ഫോളോയിങ് ഡാറ്റിനെ ബേസ് ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പൊ അമലിനെ നോക്കി, അമല് 40,000 ആണ് 1/1/2023 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ 6% ആണ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ്. 40,000 into 6%, 40,600 2,400 കിട്ടും. ഇനി അമൽ എന്താ ചെയ്തേക്കണം, 1/5/2023 വീണ്ടും 20,000 രൂപ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 മുതൽ ആ വർഷം എൻഡിങ് വരെ നമുക്കുള്ളത് എത്ര മാസമാണ് വരുന്നത്? 8 മാസമാണ് വരുന്നത്. അപ്പോൾ 20,000 ഇൻറ്റു 6% ഇൻറ്റു 8/12, അതുകൊണ്ടാണ് 8/12 വന്നിരിക്കുന്നത്. അപ്പൊ അത് 800 രൂപയാണ് വരുന്നത്. ഇനി എന്താണ്, അമല് 1/10/2023 10,000 രൂപ ക്യാപിറ്റലിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. അപ്പൊ ക്യാപിറ്റലിൽ നിന്ന് എടുക്കുന്ന എമൗണ്ടിനും ഇൻട്രസ്റ്റ് ബാധകമാണ്. ഇൻട്രസ്റ്റ് അമല് കമ്പനിക്ക് കൊടുക്കാനായിട്ട് ബാധ്യതയുണ്ട്. അപ്പോൾ 10,000 ഇൻറ്റു 6% അത് എടുത്തിരിക്കുന്നത് എന്താണ്, 1/10. അപ്പൊ ഇയർ എൻഡ് ചെയ്യാൻ ബാക്കി 3 മാസമാണുള്ളത്. ആ മാസം ഉൾപ്പെടെ അപ്പൊ 3/12. അപ്പോൾ നമുക്ക് 150 വിത്ഡ്രോവൽ ഇൻട്രസ്റ്റ് എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ രണ്ടും കൂട്ടണം, കാരണം നമ്മള് ക്യാപിറ്റലിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ഇൻട്രസ്റ്റ് ആണ് 2,400 3,200 രൂപ മൈനസ് നമ്മള് ക്യാപിറ്റലിന് വിത്ഡ്രോ ചെയ്ത ഇതിന്റെ എമൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 150 അത് കുറയ്ക്കുമ്പോൾ 3,050 രൂപയാണ് വരിക. അതുപോലെ ബിമലിന്റെ കാണണം, ബിമലിന്റെ 30,000 ഇൻറ്റു 6% 1,800. ഇനി ബിമല് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന 1/5/2023 കൊണ്ടുണ്ട്. അപ്പോൾ 30,000 ഇൻറ്റു 6% ഇൻറ്റു 8/12. അപ്പോൾ ആ മന്ത് ഇൻക്ലൂഡിങ് ആയിട്ട് ആ ഇയർ എൻഡിങ് വരെ വരുന്നതാണ് 8/12. 1,000 രൂപയുടെ ടോട്ടൽ 3,000 ആണ് ബിമലിന്റെ ഇത് വരിക. ഓക്കെ, ഇനി 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. A, B and C are partners in a firm. A retires from the firm on 1st January 2023. Rupees 60,000 is due to him, which B and C promise to pay in 3 equal annual installments together with interest at 10% per annum. Prepare A's loan account for the 3 years. അപ്പോൾ എയുടെ ലോൺ അക്കൗണ്ട് 3 വർഷത്തേക്ക് തയ്യാറാക്കാൻ പറഞ്ഞ് എയും ബിയും ഒരു ഫേമിലെ പാർട്ട്നേഴ്സ് ആണ്. എ 1 ജനുവരി 2023 ആ ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു. 60,000 is due to him, which B and C promise to pay in 3 equal annual installments. 60,000 രൂപ ബിയും സിയും കൂടി എക്ക് കൊടുക്കാനുള്ള 3 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സിൽ കൊടുക്കാമെന്നുള്ള ധാരണയുണ്ട്. അതിന്റെ ഒരു വർഷത്തിലെ ഇൻട്രസ്റ്റ് 10%. അങ്ങനെയാണെങ്കിൽ എയുടെ ലോൺ അക്കൗണ്ട് 3 വർഷത്തേക്ക് തയ്യാറാക്കണം. ഇതാണ് ചോദ്യം. അപ്പൊ നോക്കുക, എയുടെ ലോൺ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. ഇയർ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഇയർ, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇപ്പൊ ലോൺ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എങ്ങനെയുള്ളത് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ ക്യാഷ് എന്ന് പറയുന്നത്, അപ്പൊ ആദ്യത്തെ വർഷം നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാൻ 20,000 രൂപയാണ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 60,000 ആണ്. അപ്പൊ 20,000 3 തവണയായിട്ട് കൊടുക്കണം. അപ്പൊ 60,000 10% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 60,000 ഇൻറ്റു 10/100, അപ്പൊ 6,000 രൂപ വരും. അപ്പൊ ക്യാഷ് ആയിട്ട് നമ്മൾ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റില് 26,000 രൂപ കൊടുക്കണം. ഓക്കെ, അപ്പൊ ബാലൻസ് ആയിട്ട് ഉള്ളത്, ക്യാപിറ്റൽ ബാലൻസ് ആയിട്ടുള്ളത് 40,000 ഉണ്ട്. ആ 40,000 26 കൂടി നോക്കുമ്പോൾ നമുക്ക് 66 നമുക്ക് ഇനി 66 നമുക്ക് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ക്യാഷ് നമ്മൾ എത്ര കൊടുക്കുന്നു? ബാലൻസ് 60,000 ബാലൻസ് 20,000 കൊടുത്തു. ക്യാപിറ്റൽ ബാലൻസ് 40,000 ആണുള്ളത്. ആ 40,000 10% ഇൻട്രസ്റ്റ്, അതായത് 4,000 ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻട്രസ്റ്റും കൂടി കൂട്ടി ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് 24,000 കൊടുക്കുകയാണ്. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 20,000 ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 44,000 വരും. ഓക്കെ, ഇനി നമുക്ക് ഇനി ബാലൻസ് 20,000 ആണ് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ബാക്കിയുള്ളത്. ആ
ആ 20,000 10% ഇൻട്രസ്റ്റ് പറയുമ്പോൾ 2,000 വരും. അപ്പോൾ അതും കൂടി കൂട്ടി 22,000 നമ്മൾ കൊടുക്കണം. ഇങ്ങനെയാണ് എയുടെ ലോൺ അക്കൗണ്ട് നമ്മൾ 3 വർഷത്തെ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, അടുത്ത ആൻസർ എനി വൺ ക്വസ്റ്റ്യൻ ഫ്രം 15 to 16 ക്യാരി സെയിം സ്കോർ ആണ്. അപ്പോൾ 8 മാർക്കാണ് 15 മുതൽ 16 വരെയുള്ള ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. നമ്മളിവിടെ എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ പറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഹെൽപ്ഫുൾ ആവുന്നതിന് വേണ്ടിയിട്ട്. 15ാമത്തെ ചോദ്യം, ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് അർജുൻ ആൻഡ് ബിനീഷ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2 ആസ് ഓൺ 31st March 2023. അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന ഒരു ബാലൻസ് ഷീറ്റാണ്. അർജുന്റെയും ബിനീഷിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയർ ചെയ്യുന്ന ഒരു ഇതിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. അവർ ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. 31st March 2023 ബേസിൽ വന്നിരിക്കുന്നത്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് 60,000, 67,000, ഓക്കെ, റിസർവ് 8,000, ക്യാപിറ്റൽസ് അർജുന്റെ 25,000, ബിനീഷ് 20,000, ആൻഡ് ടോട്ടൽ 45,000, 1,20,000 ലയബിലിറ്റി. അസറ്റ്സിൽ ക്യാഷ് ഇൻ ഹാൻഡ് 4,000, സൺഡ്രി ഡെപ്റ്റേഴ്സ് 40,000, സ്റ്റോക്ക് 56,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000, അങ്ങനെ 1,20,000. So they admit Vimal into partnership and give him 1/4 share in future profits on the following terms. അപ്പോൾ വിമൽ എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്തിട്ട് അയാൾക്ക് 1/4 ഭാഗം ഷെയർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെ നമുക്ക് ഫോളോയിങ് ടേംസ് ഇതാണ്. വിമൽ ടു ബ്രിങ് 35,000 ആസ് ഓൺ ഹിസ് ക്യാപിറ്റൽ ആൻഡ് 12,000 ഫോർ ഗുഡ് വിൽ. വിമൽ 35,000 രൂപ ക്യാപിറ്റലിലേക്കും 12,000 രൂപ ഗുഡ് വില്ലിലേക്കും കൊണ്ടുവരണം. അതുപോലെ തന്നെ the old partners had to withdraw the full amount for goodwill immediately in the cash. ഓൾഡ് പാർട്ട്നേഴ്സിന് വിത്ഡ്രോവൽ ഗുഡ്വില്ലിന്റെ എമൗണ്ട് ഫുൾ ആയിട്ട് ക്യാഷ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇമീഡിയറ്റ് ആയിട്ട് വിത്ഡ്രോ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ, the firm had unrecorded investment for 8,000 and had to bring into record. ഒരു 8,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ള ഫേം അത് നമുക്ക് റെക്കോർഡിലേക്ക് കൊണ്ടുവരണം. സ്റ്റോക്ക് 10% റെഡ്യൂസ് ചെയ്തിട്ട് വേണം നമുക്കിത് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ. പ്രൊവിഷൻ 5% ബി മെയ്ഡ് ഓൺ ഡെപ്റ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന് വേണ്ടി 5% പ്രൊവിഷൻ മേക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ചോദ്യം, പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദ അഡ്മിഷൻ വിമൽ. വിമലിനെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷമുള്ള റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് നമുക്കിവിടെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് ആണ്. ഫോർമാറ്റ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. റിവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നത് നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. സ്റ്റോക്ക് എത്രയാണ് വരുന്നത്? സ്റ്റോക്ക് വരുന്നത് 56,000 ആണ്. അപ്പോൾ അതിൽ നമുക്ക് റിവാല്യൂ ചെയ്യുന്നത് എത്രയാണ്? അതിന്റെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10% സ്റ്റോക്ക് ബി റെഡ്യൂസ് ബൈ 10%. സ്റ്റോക്ക് 10% റെഡ്യൂസ് ചെയ്തിട്ടാണ് റിവാല്യൂ ചെയ്യുന്നത്. 65,000 10% 65,000 അല്ല 56,000ന്റെ 10% എന്ന് പറയുന്നത് 56,000 10/100, that is 5,600. അത് സ്റ്റോക്കിലൂടെ എഴുതി. ഇനി ഡെപ്റ്റേഴ്സിന്റെ പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കൂ, അപ്പൊ നമുക്ക് ഡെപ്റ്റേഴ്സ് 40,000 ആണ് നമുക്കുള്ളത്. ഇതിന്റെ പ്രൊവിഷൻ 5% ആണ്. 40,000 × 5/100 അത് 2,000 വരും. അപ്പൊ അത് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. ഇനി ഇൻവെസ്റ്റ്മെന്റ് 8,000 രൂപ അൺറെക്കോർഡ് ആയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അത് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ 8,000 നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ 5,600 2,000 കൂടി കൂട്ടിയാൽ 7,600 കിട്ടുക. നമുക്കിവിടെ ടാലി ചെയ്യേണ്ട എമൗണ്ട് 8,000 ആണ്. ബാക്കി ഒരു 400 രൂപയുണ്ട്. ആ 400 രൂപ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകും. ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് ഏത് റേഷ്യോയിലാണ് ഇവർ വന്നിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ 400 × 3/5 that is 240. 400 × 2/5 160. അപ്പോൾ ഒന്നല്ലെങ്കിൽ ആദ്യം 240 കണ്ടിട്ട് 400 കുറച്ചാലും മതി. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്താണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മുടെ അടുത്ത ചോദ്യം. അടുത്തത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് പർട്ടിക്കുലേഴ്സ്, എത്ര പാർട്ട്നേഴ്സ് ഉണ്ട് അവരുടെ പേര് ലിസ്റ്റ് ചെയ്യണം. ഇവിടെ 3 ആളാണ്, അർജുൻ, ബിനീഷ്, വിമൽ. പിന്നെ പർട്ടിക്കുലേഴ്സ് അർജുൻ, ബിനീഷ്, വിമൽ. ഇവിടെ അർജുന്റെ ക്യാഷ് ആയിട്ട് നമുക്ക് ഇവിടെ 7,200 രൂപ വന്നിട്ടുണ്ട്. ബാലൻസ് ക്യാരി ഡൗൺ 30,040. ബിനീഷിന് 4,800. വിമല് 35,000 ആണ് ബ്രിങ് ചെയ്തത് നമുക്കറിയാം. ഇതെങ്ങനെ വന്നത് നമുക്ക് അത് നോക്കാം. അപ്പോൾ പർട്ടിക്കുലേഴ്സ് അർജുൻ, ബാലൻസ് ബ്രോട്ട് ഓൺ. അർജുൻ്റെ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് 25,000 ആണ് ക്യാപിറ്റലില്. ബിനീഷിന് 20,000 ആണ്, അത് നമ്മൾ കൊടുത്തു. വിമൽ 35,000 ആണ്. ഇനി റിസർവ് എന്ന് പറയുന്നത് എത്രയാണ്?
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇവിടെ നമുക്ക് നോക്കാം, റിസർവ് 8,000 ആണ്. അപ്പോൾ 8,000-ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ റിസർവിന്റെ റീവാലുവേഷൻ, അതാണ് 8,000 നമ്മൾ എന്ത് ചെയ്യുമ്പോൾ 4,800-ഉം 3,200-ഉം വരുന്നത്. അപ്പോൾ അത് ഈ റേഷ്യോ തന്നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഈ റീവാലുവേഷൻ പ്രീമിയം ഇവിടെ നമുക്ക് 240, 160 വന്നിട്ടുണ്ട്. അർജുന് 240 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രീമിയം GW എന്ന് പറയുന്നത് നമുക്ക് 7,200-ഉം 4,000. നമുക്ക് ഗുഡ്വില്ലിന്റെ പ്രീമിയം നമ്മൾ പറഞ്ഞു ഉടനടി തന്നെ അവർക്ക് കൊടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗുഡ്വില്ലിന്റെ എത്രയാണ് എമൗണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ഗുഡ്വിൽ എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ റേഷ്യോയിൽ, അതായത് നമ്മുടെ 3:2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 7,200-ഉം 4,800-ഉം. ഇത് രണ്ടും കൂടി കൂട്ടി നമുക്ക് 12,000 കിട്ടും. 12,000 ഗുഡ്വിൽ കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ 12,000 ഇൻറ്റു 3/5, 12,000 2/5, ഇല്ലെങ്കിൽ 3/5 കണ്ടിട്ട് 12,000-ന് 7,200 കുറച്ചാൽ അതാണ് അവിടെ വരുന്നത്. അപ്പം അങ്ങനെയാണ് നമുക്ക് അർജുൻ്റെ എമൗണ്ട് 37,240 വരുന്നു, ബിനീഷിന്റെ 28,160 വരുന്നു, വിമൽ 35,000 തന്നെയാണ്. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ, നമ്മൾ ക്യാഷിൽ നേരത്തെ പറഞ്ഞു 7,200-ഉം 4,800 വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത് നമുക്ക് 30,040 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 37,240 ആണ്. ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കാൻ 37,240-ന് 7,200 കുറച്ച് 30,040 കിട്ടും. അതുപോലെ തന്നെ ബിനീഷിനെ കണ്ടുപിടിക്കുക, വിമലിന്റെ പിന്നെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിന്റെ ബേസിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലയബിലിറ്റി എമൗണ്ട് ലെഫ്റ്റ് സൈഡിൽ, അസറ്റ് എമൗണ്ട് റൈറ്റ് സൈഡിൽ. ലയബിലിറ്റീസ് വരുന്ന ക്രെഡിറ്റേഴ്സിന് 67,000 കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ലയബിലിറ്റിയിൽ 67,000 കാണിച്ചു. ക്യാപിറ്റലില് അർജുന്റെ ഇപ്പൊ നമുക്കിവിടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാപിറ്റൽ ഫർണിഷ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിട്ടുന്ന 37,240 ആണ്. അതില് 30,040 ആണ് ബാലൻസ് ക്യാരി ഡൗൺ ഉള്ളത്. അപ്പൊ അർജുൻ ക്യാരി ഡൗൺ ചെയ്യുന്ന ബാലൻസ് 30,040, ബിനീഷിന്റെ 23,360, വിമലിന്റെ 35,000. ഓക്കെ, ഇതെല്ലാം കൂടി ടോട്ടൽ വരുമ്പോൾ 88,400 വരും. നമുക്കിവിടെ ടോട്ടൽ എമൗണ്ട് 1,55,400 വരും. ഇനി ഇവിടെ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് 40,000 ആണ്. പക്ഷെ അവിടെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ്സിൽ പറയുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട്, അപ്പൊ ഇവിടെ ഒരു 1,000 നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ഡിസ്കൗണ്ട്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി കൃത്യമായിട്ടൊന്ന് വായിക്കാം. We will bring 35,000 as capital. Okay, all partners the full amount in for immediately in cash. Okay, 8,000 had to bring in the record. Stock reduced by 10% ആണ്. Provision 5% ആണ്. Okay, doubtful debt വേണ്ടിയിട്ടുള്ള provision 5% ആണ്. അപ്പോൾ അതാണ് doubtful debtന് വേണ്ടിയിട്ടുള്ള 5% ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡിൽ 40,000 ആണ് വരുന്നത്. അവിടെ ഈ 1,000 കുറയ്ക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് 39,000 വരുന്നത്. ഡെപ്റ്ററിന് നമുക്ക് കൊടുക്കാനുള്ളത് എത്രയാണ്? ഡെപ്റ്റേഴ്സിന് 38,000 ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത്. ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്, ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് നമ്മുടെ 56,000 ആണ്. അത് നമ്മൾ 10% റെഡ്യൂസ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്ക് 50,400 വരും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000 ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നേരത്തെ അൺറെക്കോർഡ് ചെയ്തിരിക്കുന്നത് 8,000 രൂപ. അപ്പം അങ്ങനെയാണ് ഇത് ടോട്ടൽ 1,55,400 വരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ബാലൻസ് എമൗണ്ടോട് എഴുതാൻ നമുക്ക് തന്നിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് ആക്ച്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ള അവിടെ എഴുതാം. ബാക്കി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യം. A, B are partners sharing profit and loss in the ratio 3:2. The balance sheet as 31st December 2023 was follows. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് 60,000, എയുടെ ലോൺ അക്കൗണ്ടിലെ 60,000 ലയബിലിറ്റി, ബീസ് ലോൺ 4,000, ക്യാപിറ്റൽസ് എ 18,000, 12,000, 30,000 അങ്ങനെ 1 lakh കൂടെ. അസറ്റ് സൈഡിൽ ബാങ്കിൽ 53,500, സ്റ്റോക്ക് 25,000, ഫർണിച്ചർ 20,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,500.
Okay, but the firm was dissolved on 31st December 2023. Firm 31st December 2023 അത് firm അതിന്റെ പ്രവർത്തനം അവസാനിക്കും, ഡിസോൾവ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടായിട്ട് സ്റ്റോക്ക് റിയലൈസ് ചെയ്യുന്നത് 23,000 സ്റ്റോക്ക് റിയലൈസ് ചെയ്യുന്നത്. ഫർണിച്ചർ റിയലൈസ് ചെയ്യുന്നത് 24,000 ആണ്. അപ്പോൾ സ്റ്റോക്ക് നമുക്ക് 25,000 അത് റിയലൈസ് ചെയ്യുന്നത് 23,000 ആണ് റിലൈസ് ചെയ്യുന്നത്. ഫർണിച്ചർ 20,000 റിയലൈസ് ചെയ്യുന്നത് 24,000 ആയിട്ടാണ് റിലൈസ് ചെയ്യുന്നത്, ഹൈ ആയിട്ടാണ് റിലൈസ് ചെയ്യുന്നത്. ക്രെഡിറ്റേഴ്സ് വർ സെറ്റിൽഡ് ആൻഡ് ഡിസ്കൗണ്ട് ഓഫ് 1,000. ക്രെഡിറ്ററിന് 1,000 ആണ് ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,000. റിയലൈസേഷൻ എക്സ്പെൻസ് പെയ്ഡ് 1,000 ആണ്. അപ്പോൾ പ്രിപ്പയർ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. റിയലൈസേഷൻ അക്കൗണ്ടിൽ അതിൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾ കയറണം. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇവിടെ ഏതൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വയ്ക്കണം. ഇവിടെ സ്റ്റോക്ക് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ വരണം. സ്റ്റോക്ക് 25,000 തന്നിട്ടുള്ളത്. ആ സ്റ്റോക്ക് 25,000 എഴുതി. ഫർണിച്ചർ 20,000 ആണ്, ബാലൻസ് 20,000 എഴുതി. ബാങ്കിൽ വരുന്നത് 65,000 ആണ് വരുന്നത്. അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ ഇവിടെ ബാങ്കിൽ നമുക്ക് 53,500 ആണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ബാങ്കിൽ വരുന്ന എമൗണ്ടിന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ബാങ്ക് അക്കൗണ്ട് എക്സ്പെൻസ് ഉണ്ട്. ക്യാപിറ്റൽ വരുന്നത് ഇവിടെ 18,000-ഉം 12,000 ആണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അറിയുന്ന ആദ്യം എഴുതാം. അതിനുശേഷം റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്രെഡിറ്റേഴ്സിന് എത്രയാണ് 60,000 കൊടുക്കാനുണ്ട്. എസ് ലോൺ അക്കൗണ്ട് 6,000 ആണ്. ബിയുടെ ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത് എയുടെ ലോൺ അക്കൗണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് റിയലൈസ് ചെയ്യുമ്പോൾ എയുടെ ലോൺ അക്കൗണ്ട് നമ്മൾ 6,000 കൊടുത്തിട്ടുണ്ട്. ഇനി ബാങ്കിൽ നമുക്ക് എന്ത് വരും? ബാങ്കിൽ 60,000 നമുക്ക് ഇവിടെ 47,000 വരുന്നു. അതെങ്ങനെ വരുന്നത്? 23,000 പ്ലസ് 24,000 ആണ് ഇവിടെ നമുക്ക് ബാങ്കിൽ 47,000 വരുന്നത്. എയുടെ ലോൺ അക്കൗണ്ട് 1,13,000 ആണ് റൈറ്റ് സൈഡിൽ വരിക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഇവിടുത്തെ ബാങ്കിൻ്റെ എക്സ്പെൻസിലും 65,000-ഉം ബാങ്ക് എക്സ്പെൻസ് 1,000 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 1,13,000 ആണ് വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അടുത്തത് ഇതിൻ്റെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ AB പാർട്ട്നറിൻ്റെ ഫോം പർട്ടിക്കുലേഴ്സ് AB. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് എയുടെ അവിടെ വരുന്നത് 900 ആണ്. ബിയുടെ അവിടെ വരുന്നത് 600 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 പേജിലായിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇവിടെ ബാലൻസ് ബ്രോഡ് ഡൗൺ നമുക്ക് അറിയാം. എ കൊണ്ടുവന്ന് 18,000 ആണ്. റിയലൈസേഷൻ 1,200 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ബി വന്ന് 12,000 ആണ്. റിയലൈസേഷൻ 800 രൂപയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ടോട്ടൽ എയുടെ 19,200-ഉം ബിയുടെ 12,800 വരും. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഇവിടെയും വരിക. അപ്പോൾ ആണ് ക്യാഷ് എന്ന് പറയുന്നത് 18,300. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 900. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 600-ഉം 12,200 വരും. ഇനി ഇതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് പറയുമ്പോൾ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് ഇവിടെ 53,500 ആണ്. ഓക്കെ, ബാലൻസ് ബ്രോഡ് ഡൗൺ 53,500 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി റിയലൈസേഷൻ വരുന്നത് 47,000 ആണ് വന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ബിയുടെ ലോണിൽ ബീസ് ലോൺ 4,000, റിയലൈസേഷൻ വരുന്നത് 65,000 ആണ് വരുന്നത്. ഇവിടെ റിയലൈസേഷൻ 1,000-ഉം എസ് ക്യാപിറ്റൽ 18,300, ബിയുടെ ക്യാപിറ്റൽ 12,200, ടോട്ടൽ 1,05,000 വരും. ആ 1,05,000 ഇവിടെ വരുന്നത് ബാലൻസ് ബ്രോഡ് ഡൗണിൽ 1,05,000 ബാലൻസ് ബ്രോഡ് ഡൗൺ കുറച്ചാൽ നമുക്ക് 47,000 കിട്ടും. 1,05,000 ആണ് നമുക്കിവിടെ ക്യാഷ് അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ, ഇനി പാർട്ട് ബി.
അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എഴുതി കാണിക്കാനുള്ള ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം, നമ്മളതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഭാഗം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേക വീഡിയോയും നമുക്ക് ഇടാവുന്നതാണ്. ഇനി പാർട്ട് ബിയിലേക്ക് പോവാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. 20 മാർക്കാണ് വരുന്നത്. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ദ ഫംഗ്ഷൻ ദാറ്റ് റിട്ടേൺസ് എ കറന്റ് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം. കറന്റ് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം റിട്ടേൺ ചെയ്യുന്ന എക്സലിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നൗ ഫംഗ്ഷൻ, 1 മാർക്കാണ്. 18ാമത്തെ ചോദ്യം, CLT കോഴിക്കോട് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇത് നിമോണിക് കോഡിന് എക്സാമ്പിൾ ആണ്. 19ാമത്തെ ചോദ്യം, ദ വൗച്ചർ യൂസ് ഫോർ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഇൻ JNU കട്ട. JNU കട്ട എന്ന് പറയുന്ന ആപ്പില്, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ആപ്പ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയറിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വൗച്ചർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന വൗച്ചർ ഏതാണ്? ജേണലാണ്. ഇനി 20ാമത്തെ ചോദ്യം, റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻസ് ഫ്രം ദ ഫോളോയിങ്. 2 മാർക്കാണ്. ടു കൗണ്ട് നമ്പർ ഓഫ് empty cells in a given range. ഒരു ഗിവൺ റേഞ്ചിലുള്ള empty cells കൗണ്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചാർട്ട് ഏരിയയാണ്. അതുപോലെ ദ ഫംഗ്ഷൻ കമ്പൈൻ സെവറൽ ടെക്സ്റ്റ് സ്ട്രിങ്സ് ഓഫ് ഡിഫറെന്റ് സെൽസ് ഇൻ ടു വൺ സ്ട്രിങ്സ്. ഡിഫറെന്റ് ടെക്സ്റ്റ് സ്ട്രിങ്സിനെ കമ്പൈൻ ചെയ്ത് ഒരു സ്ട്രിങ് ആക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെജൻഡ് ഫംഗ്ഷൻ ആണ്. സോറി, അത് കോൺകാറ്റിനേറ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ചെറിയ വ്യത്യാസമുണ്ട്. 20ാമത്തെ കൗണ്ട് നമ്പർ ഓഫ് empty cells ഇൻ ഗിവൺ റേഞ്ച്. ഗിവൺ റേഞ്ചിലുള്ള empty cells കൗണ്ട് ചെയ്യുന്ന ഫംഗ്ഷന്റെ പേര് കൗണ്ട് ബ്ലാങ്ക് ആണ്. നമുക്ക് പെട്ടെന്നൊരു കൗണ്ട് ബ്ലാങ്ക് ആണ്, അതാണ് ഉത്തരം. 2ാമത്തെ ബി എന്ന് പറയുന്നത് ഫംഗ്ഷൻ കമ്പൈൻ സെവറൽ ടെക്സ്റ്റ് സ്ട്രിങ്സ് ഓഫ് ഡിഫറെന്റ് സെൽസ് ഇൻ വൺ സ്ട്രിങ്. കോൺകാറ്റിനേറ്റ് ആണ്. കോൺകാറ്റിനേറ്റ് എന്ന് വെച്ചാൽ കമ്പൈൻ ചെയ്യാന്നുള്ള മീനിങ് ആണ് കോൺകാറ്റിനേറ്റിന്റെ ആ ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. 21ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ എലമെന്റ്സ് ഓഫ് എ ചാർട്ട് മെൻഷൻ ബിലോ. ഒരു ചാർട്ടിന്റെ എലമെന്റ്സ് മെൻഷൻ ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്ത എൻറ്റയർ ഏരിയ ഓഫ് എ ചാർട്ട്. എൻറ്റയർ ഏരിയ ഓഫ് എ ചാർട്ട് മെൻഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് ചാർട്ട് ഏരിയ ആണ്. ഐഡന്റിഫയർ ഓർ പീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ലെജൻഡ് ആണ് ഉപയോഗിക്കുന്നത്. 22ാമത്തെ ചോദ്യം, റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ പ്രിപ്പയറിംഗ് ചാർട്ട് ഇൻ ലിബ്ര ഓഫീസ് കാൽക്കുലേഷൻ. ലിബ്ര ഓഫീസ് കാൽക്കുലേഷനിൽ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്സ്. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് അതിൻ്റെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡാറ്റ എൻട്രിയിലേക്ക് പോവാം. എന്നിട്ട് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ സെലക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ ചാർട്ട് ടൈപ്പ് സെലക്ട് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഓക്കെ. 23ാമത്തെ ചോദ്യം, ഹൗ ടു ഡിലീറ്റ് എ ലെഡ്ജർ അക്കൗണ്ട് ഇൻ JNU കട്ട. JNU കട്ടയിൽ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സെലക്ട് എഡിറ്റ് അക്കൗണ്ട് ഫ്രം മാസ്റ്റർ മെനു. അപ്പോൾ എഡിറ്റ് സെലക്ട് ചെയ്യണം. മാസ്റ്റർ മെനുവിൽ നിന്ന് എഡിറ്റ് അക്കൗണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുക, അതിൽ ലെഡ്ജർ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഏത് ലെഡ്ജർ അക്കൗണ്ട് എഴുതിയാണ് സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. സെറ്റപ്പ് ഡിലീറ്റ് ആവും. ഓക്കെ. 24ാമത്തെ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ ഫോളോയിങ്. കുറച്ചൊരു ഷോർട്ട് നോട്ട് എഴുതാൻ ടേബിളിനെ കുറിച്ചും കൊറിയനെ കുറിച്ചും ഷോർട്ട് നോട്ട് എഴുതാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടേബിൾ എന്ന് പറയുന്നത്, ടേബിൾ അലോസ് എ ഡാറ്റാബേസ് ഡിസൈനർ ടു ക്രിയേറ്റ് ദ ഡാറ്റ ടേബിൾസ് വിത്ത് ദ റെസ്പെക്റ്റീവ് ഫീൽഡ് നെയിംസ്, ഡാറ്റ ടൈപ്പ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടി. അപ്പോൾ ടേബിൾ ഒരു ഡാറ്റാബേസിനെ ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം ടേബിൾ എന്താ ചെയ്യുക, ടേബിൾ അയാൾക്ക് ഉദ്ദേശിക്കുന്ന ഫീൽഡ് നെയിംസും ഡാറ്റ ടൈപ്പും പ്രോപ്പർട്ടിയും ഒക്കെയുള്ള ഡാറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ടേബിൾ ഉപയോഗിച്ചിട്ട്. ഇത് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് നമുക്ക് ടേബിൾ ഉപയോഗിക്കുന്നത്. ഈ കൊറി എന്ന് പറഞ്ഞ ഈ കമ്പോണന്റ് ഈസ് യൂസ് ടു റിട്രൈവ് ഫീൽഡ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ ടേബിൾ ആൻഡ് ടു ഇൻക്ലൂഡ് കമ്പ്യൂട്ടേഷൻ ഫീൽഡ്സ്. അപ്പോൾ നമുക്കൊരു ടേബിളിൽ നിന്ന് ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഡാറ്റയും ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നതിനും അതിന്റെ കമ്പ്യൂട്ടേഷൻ ഫീൽഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനും നമുക്ക് ഉപയോഗിക്കുന്നതാണ് കൊറി. ഓക്കെ. ഇപ്പോൾ SQL കൊറിയൊക്കെ കിട്ടണം. അപ്പോൾ നമ്മൾ SQL എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് ആണ്. അതിന്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം. ഇനി ആൻസർ 3 ക്വസ്റ്റ്യൻസ് ഫ്രം 25 to 28. ഈച്ച് ക്യാരീസ് 3 മാർക്സ്, 3 സ്കോർസ്. എക്സ്പ്ലെയിൻ എനി 3 സബ്സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ 3 സബ്സിസ്റ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ 3 സബ്സിസ്റ്റം എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ബാങ്ക് subsystem. It deals with the receipts and payments of cash. Cash receipt payment ഡീൽ ചെയ്യും. ബോത്ത് ഫിസിക്കൽ ക്യാഷും ഇലക്ട്രോണിക് ഫണ്ട് ക്യാഷും ഉൾപ്പെടും. ഈ രണ്ടാമത്തേത് പറയുന്നത് സെയിൽസ് ആൻഡ് അക്കൗണ്ട് റിസീവബിൾ സബ്സിസ്റ്റം ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് സെയിൽസ്, മെയിൻറ്റെയിനിങ് ഓഫ് സെയിൽസ് ലെഡ്ജർ ആൻഡ് റിസീവബിൾസ്. അപ്പോൾ സെയിൽസിന്റെ റെക്കോർഡിംഗ് ഡീൽ ചെയ്യും, അതുപോലെ തന്നെ സെയിൽസ് ലെഡ്ജറിന്റെ മെയിൻറ്റെയിനിങ്, റിസീവബിൾസിന്റെ മെയിൻറ്റെയിനിങ്. ഈ മൂന്നാമത്തെയാണ് ഇൻവെന്ററി സബ്സിസ്റ്റം. ഇറ്റ് ഡീൽസ് വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് പർച്ചേസ്ഡ് ആൻഡ് ഇഷ്യൂഡ് സ്പെസിഫൈയിങ് ദ പ്രൈസ്. അപ്പോൾ ഡിഫറെന്റ് ഐറ്റംസ് പർച്ചേസ് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ
പ്രൈസ് സ്പെസിഫൈ ചെയ്തതിനൊക്കെ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെയൊക്കെ റെക്കോർഡിംഗ് ഡീൽ ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി, ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻവെന്ററി സബ്സിസ്റ്റത്തിൽ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ക്ലാസിഫൈ ദ ഫോളോയിങ് പേറോൾ കമ്പോണൻസ് ഇൻ ടു ഏണിങ്സ് ആൻഡ് ഡിഡക്ഷൻ. വളരെ സിമ്പിൾ ആണ്. ഇതിൽ ബേസിക് പേ, HR, TDS, PF, DA, പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏണിങ്സിൽ നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? ബേസിക് പേ, HR, DA ഒക്കെ ഏണിങ്സിൽ വരും. ഡിഡക്ഷനിൽ വരുന്ന TDS, PF, പ്രൊഫഷണൽ ടാക്സ് ഒക്കെ ഡിഡക്ഷനിൽ വരും. ഓക്കെ, 27ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് GNU കട്ട. GNU കട്ടയുടെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 3 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇറ്റ്സ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഫ്രീയും അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ബി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗിന് ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ അവൈലബിൾ ലൈക്ക് ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആയിട്ടുള്ള ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ അതിൽ അവൈലബിൾ ആണ്, ഫിനാൻഷ്യൽ റിപ്പോർട്ടായിട്ട് അവൈലബിൾ ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് ക്യാൻ ബി അറ്റാച്ച്ഡ് അലോങ് വിത്ത് വൗച്ചർ എൻട്രി. വൗച്ചർ എൻട്രിയോടെ അറ്റാച്ച് ചെയ്ത് സോഴ്സ് ഡോക്യുമെന്റ് നമുക്ക് വൗച്ചർ എൻട്രിയോടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഡാറ്റ ഫ്രം സ്പ്രെഡ്ഷീറ്റ് ഇസ് പോസിബിൾ. അപ്പോൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഡാറ്റയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് സ്പ്രെഡ്ഷീറ്റ് നമുക്ക് പോസിബിൾ ആണ്. അടുത്ത പാസ്വേഡ് സെക്യൂരിറ്റിയും ഡാറ്റ ഓഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ്. പാസ്വേഡ് സെക്യൂരിറ്റിയും ഡാറ്റ ഓഡിറ്റ് ഫെസിലിറ്റിയും അതിലുണ്ട്. അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് GNU കട്ട. നമ്മൾ പറഞ്ഞതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് നിങ്ങൾ 3 എഴുതിയാൽ മതി. 28ാമത്തെ ചോദ്യം. റൈറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ. കൗണ്ട് ഇഫ്, PMT, സം ഇഫ്. ഇതിന്റെ അപ്ലിക്കേഷൻ ആണ്, ഈ ഫോളോയിങ് ഫംഗ്ഷന്റെ അപ്ലിക്കേഷൻ ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള കൗണ്ട് ഇഫ് എന്ന് പറയുന്നത് ദിസ് ഫംഗ്ഷൻ ഇസ് യൂസ് ടു കൗണ്ട് ദ നമ്പേഴ്സ് ഓഫ് സെൽസ് ദാറ്റ് മീറ്റ് എ ക്രൈറ്റീരിയ. ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സെൽസിന്റെ നമ്പേഴ്സ് കൗണ്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞുള്ള കൗണ്ട് ഇഫ്. ഇനി PMT എന്ന് പറയുന്നത് ദിസ് ഫംഗ്ഷൻ, PMT ഫംഗ്ഷൻ കാൽക്കുലേറ്റ്സ് എ കോൺസ്റ്റന്റ് പീരിയോഡിക് പേയ്മെന്റ് റിക്വയർഡ് ടു പേ ഓഫ് ലോൺ ഓർ ഇൻവെസ്റ്റ്മെന്റ്. ലോണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പേ ഓഫ് ചെയ്യേണ്ട കോൺസ്റ്റന്റ് പീരിയോഡിക് പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് PMT എന്ന് പറയുന്നത്. അടുത്ത സം ഇഫ് എന്ന് പറയുന്നത് ടു ആഡ് നമ്പേഴ്സ് ഇൻ റേഞ്ച് ഓഫ് സെൽസ്. ഒരു റേഞ്ച് ഓഫ് സെൽസിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ഓൺലി ഇഫ് മീറ്റ്സ് ഗിവൺ ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രം റേഞ്ച് ഓഫ് സെൽസ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നതാണ് അത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കൺസെപ്റ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രോബ്ലംസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇതൊരു നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. ഇതിലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻസും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മൾ ഇടാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങളത് കാണുന്നവർ മാക്സിമം നിങ്ങൾക്ക് ഉപകാരമുള്ളവർ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും വേണം, അതിനനുസരിച്ചായിരിക്കും നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എനർജി ഉണ്ടാവുക. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.